നമസ്കാരം. സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പറപ്പൂരിലുണ്ടായ വാഹനാപകടത്തിൽ പെങ്ങാമുക്ക് സ്വദേശി മരിച്ചു. കോഞ്ഞാങ്ങത്ത് രാജന്റെ മകൻ രവിജിത്താണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കനത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ പെയ്തപ്പോൾ നെഞ്ചുപൊട്ടിയത് നെൽകർഷകർക്ക്. തുടർച്ചയായി പെയ്ത വേനൽമഴയിലും കാറ്റിലും പൊന്നാനി കോളിൽ കൊയ്യാറായ നെല്ല് വീണ് നശിക്കുന്നു. 1000 ഏക്കറോളം കൊയ്തെടുക്കാറായ നെല്ലാണ് വീണ് മുളപൊട്ടി തുടങ്ങിയത്. സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വായന വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA. മറ്റം പാസ്ക് ഗ്രാമീണ വായനശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. അണ്ടത്തോട് ദർഗാ ഷെരീഫ് ചന്ദനക്കുടം ആണ്ട് നേർച്ച ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വായന വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA. മറ്റം പാസ്ക് ഗ്രാമീണ വായനശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. രീതികൾ മാറിയെങ്കിലും വായനയെ ഇന്നും നെഞ്ചേറ്റുന്നവരുണ്ട്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഭാഗമായാണ് നാട്ടിൽ വായനശാലകൾ ഉയർന്നു വന്നത്. കേരളത്തിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് വായനശാലകൾ നൽകിയ പിന്തുണയും ഇടപെടലും പ്രധാനപ്പെട്ടതാണ്. മണലൂർ നിയോജകമണ്ഡലത്തിൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത വായനശാലകൾക്ക് ഫണ്ട് അനുവദിക്കുമെന്നും പെരുന്നെല്ലി കൂട്ടിച്ചേർത്തു. വായന നമ്മുടെ സമൂഹത്തെ സമ്പന്നമാക്കുന്ന ഒരു പ്രവർത്തനമാണ്. കേരളത്തെ കേരളമാക്കി മാറ്റിയെടുക്കുന്നതിൽ നവോത്ഥാന നായകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവർക്ക് കീഴിൽ വന്ന ഭരണ സംവിധാനങ്ങൾ, അതുപോലെ ഒപ്പം നിൽക്കാൻ കഴിയുന്നതാണ് ലൈബ്രറി കൗൺസിൽ. ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ മണ്ഡലത്തിലെ സ്വന്തമായി കെട്ടിടമില്ലാത്ത പല വായനശാലകൾക്കും MLA ഫണ്ട് കൊടുക്കാൻ മുൻകൈയെടുത്തിട്ടുണ്ട്. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത്ലറ്റിക് കോച്ച് PB ജയകുമാർ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കാട്ടൂക്കാരൻ, വായനശാല ഭാരവാഹികളായ TV സുഗതൻ, KS ദിലീപ്, KM ജിജിൽ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രാദേശിക കലാകാരന്മാരുടെയും കുട്ടികളുടെയും കലാപരിപാടികളുടെ അവതരണം, റെഡ്കോ നാട്യകലാവേദി അവതരിപ്പിച്ച വീരനാട്യവും അരങ്ങേറി. മുരളി പെരുന്നെല്ലി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വായനശാലയ്ക്കായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. പെങ്ങാമുക്ക് കോഞ്ഞാങ്ങത്ത് രാജന്റെ മകൻ രവിജിത്താണ് മരിച്ചത്. സംസ്കാരം പഴഞ്ഞി അയ്യൂർ വാതക ശ്മശാനത്തിൽ നടന്നു. അവിവാഹിതനാണ്. ഓമന മാതാവും രഞ്ജുഷ സഹോദരിയുമാണ്. കഴിഞ്ഞ ദിവസം പറപ്പൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. തയ്യൂരിൽ ബൈക്കിൽ നിന്ന് വീണ യുവാവിന് പരിക്കേറ്റു. തയ്യൂർ നമ്പിയത്ത് വീട്ടിൽ രാകേഷിനാണ് പരിക്ക്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു അപകടം. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ പെയ്തപ്പോൾ നെഞ്ചു പൊട്ടിയത് നെൽകർഷകർക്ക്. തുടർച്ചയായി പെയ്ത വേനൽമഴയിലും കാറ്റിലും പൊന്നാനി കോളിൽ കൊയ്യാറായ നെല്ല് വീണ് നശിക്കുന്നു. 1000 ഏക്കറോളം കൊയ്തെടുക്കാറായ നെല്ലാണ് വീണ് മുളപൊട്ടി തുടങ്ങിയത്. പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നതിനാൽ നെല്ല് നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. അടുത്ത ആഴ്ച കൊയ്യാനായി ഒരുക്കിയ പാടശേഖരങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയാണ് കർഷകർക്ക് തിരിച്ചടിയായത്. വെളിയങ്കോട്, മാറഞ്ചേരി, പെരുമ്പടപ്പ്, എടപ്പാൾ, നന്നമുക്ക് പഞ്ചായത്തുകളിലാണ് നെല്ലുകൾ പാടശേഖരത്തെ വെള്ളക്കെട്ടിൽ കിടക്കുന്നത്. കൊയ്ത്ത് ആരംഭിച്ച പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ കൊയ്ത്ത് യന്ത്രങ്ങൾക്കും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. യന്ത്രങ്ങൾ ചെളിയിൽ താഴ്ന്നതിനാൽ പല പാടശേഖരങ്ങളിലും കൊയ്ത്ത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലും വെള്ളം നിറഞ്ഞതോടെ 100 കണക്കിന് വൈക്കോൽ കെട്ടുകളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കതിരായിക്കൊണ്ടിരിക്കുന്ന നെല്ലാണ് വീണ് കിടക്കുന്നത്. വൻ നഷ്ടമാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കൃഷി ഇറക്കിയത് പറ്റിയിട്ടുള്ളത്. കൊയ്യാറായ നെല്ലും കൊയ്യാൻ പറ്റണില്ല, വണ്ടി വരുന്നില്ല, താഴുകയാണ്. വന്ന വണ്ടി തന്നെ കൊയ്യണൊക്കെ കഴിഞ്ഞ വർഷം 1800-നും 2000-നും കൊയ്തിരുന്നത് ഈ
വർഷം 2500 രൂപ വേണമെന്ന് പറഞ്ഞിട്ടാണ് കൊയ്യുന്നത്. അതും നഷ്ടത്തിലാണ്. പുസ്തക പ്രകാശനത്തിന് വേദിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുമ്പടപ്പ് യൂണിറ്റ് സംഘടിപ്പിച്ച ഷോപ്പിംഗ് ഫെസ്റ്റ് പ്രദേശത്തെ എഴുത്തുകാരി ഷമീന ബി മൊയ്തുന്നയുടെ ഹൃദയ മന്ത്രണങ്ങൾ എന്ന കവിതാ സമാഹാരമാണ് ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. എഴുത്തുകാരൻ റഫീഖ് പട്ടേരി എഴുത്തുകാരി ഷീബ ദിനേഷിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി VR മുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റംഷാദ് സൈബർ മീഡിയ അധ്യക്ഷത വഹിച്ചു. കവയത്രി ദേവൂട്ടി ഗുരുവായൂർ പുസ്തക പരിചയം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സലാഹുദ്ദീൻ, വനിതാ വിംഗ് പ്രസിഡന്റ് സുജാത മൊണാലിസ, യൂത്ത് വിംഗ് പ്രസിഡന്റ് MS സക്കീർ എന്നിവർ മുഖ്യാതിഥികളായി. പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ താഹിർ, സംരംഭകൻ റസാഖ് TB, ഷെഫീഖ് MA, ജയചന്ദ്രൻ മന്നേരി എന്നിവർ സംസാരിച്ചു. പുസ്തകം വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് എഴുത്തുകാരി മറുപടി പ്രസംഗത്തിൽ അറിയിച്ചു. മെഹ്റൂഫ് ബില്ലിനയർ സ്വാഗതവും നൌഷാദ് മാവിൻചുവട് നന്ദിയും പറഞ്ഞു. എരുവപ്പെട്ടിയിൽ റോഡിൽ കുഴഞ്ഞു വീണ 69കാരൻ മരിച്ചു. തിപ്പല്ലൂർ ശിവാർച്ചനം വീട്ടിൽ നന്ദകുമാറാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. തിപ്പല്ലൂരിൽ നിന്ന് എരുവപ്പെട്ടിയിലേക്ക് നടന്നു വരുന്നതിനിടയിൽ റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എരുവപ്പെട്ടി എക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വേലൂർ കുട്ടംകുളം സെന്റ് ജോൺ ഇവാഞ്ചലിസ്റ്റ് നവദേവാലയത്തിൽ വിശുദ്ധ കുരിശ് സ്ഥാപിച്ചു. തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് സ്ഥാനത്ത് വെഞ്ചരിച്ച് ആശീർവദിച്ച കുരിശ് ആഘോഷമായ ദിവ്യബലിക്ക് ശേഷം അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പ്രതിഷ്ഠിച്ചു. ഇടവക വികാരി ഫാദർ സോബിൻ പായിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാദർ സേവി പുത്തിരി, കൈക്കാരന്മാരായ ലോറൻസ് കിടങ്ങൻ, വർഗീസ് ചീരമ്പൻ, ജോസഫ് കിടങ്ങൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രാമവീഥികളിൽ മണിയടിച്ച് പഞ്ഞിമിഠായി വിറ്റ് കുടുംബം പുലർത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി രാജേന്ദ്രൻ തന്റെ ഉന്തുവണ്ടിയുമായി 3 പതിറ്റാണ്ടായി മധുരമുള്ള ജീവിതയാത്ര തുടരുകയാണ്. വിഷു, ഓണം, റംസാൻ, ക്രിസ്മസ് തുടങ്ങി എല്ലാ ആഘോഷങ്ങളിലും പഞ്ഞിമിഠായിയുമായി ഗ്രാമങ്ങളിലെ വീടുകളിൽ അതിഥിയായി രാജേന്ദ്രൻ എത്തുന്നുണ്ട്. 1996-ൽ 27-ാം വയസ്സിലാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്ന് മിഠായി കച്ചവടവുമായി ഇദ്ദേഹം കേരളത്തിലെത്തിയത്. 24 വർഷമായി ചങ്ങരംകുളം കാഞ്ഞൂരിലാണ് രാജേന്ദ്രൻ കുടുംബമായി താമസിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വലിയ പ്ലാസ്റ്റിക് ഭരണിയിൽ മിഠായിയുമായി നടന്നായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. പെരുമ്പിലാവ്, ചാലിശ്ശേരി, കടവല്ലൂർ, കുന്നംകുളം, വെളിയങ്കോട്, കാട്ടകാമ്പാൽ മേഖലകളിലെല്ലാം 2 ആഴ്ച കൂടുമ്പോൾ പഞ്ഞിമിഠായിയുമായി എത്തും. 7 വർഷം മുമ്പാണ് 4 ചക്രമുള്ള ഉന്തുവണ്ടിയിൽ മധുര വിൽപ്പന തുടങ്ങിയത്. ദിവസവും 30 കിലോമീറ്ററോളം യാത്ര ചെയ്ത് 5 കിലോയിലധികം മിഠായി വിൽപ്പന നടത്തും. ഗ്രാമങ്ങളിലെ ഇടവഴികളെല്ലാം സ്വന്തം നാടിനേക്കാൾ സുപരിചിതമാണ് ഇദ്ദേഹത്തിന്. പ്രായം 70-നോടടുക്കുമ്പോഴും മധുരവുമായി എത്തുന്ന മിഠായി മാമന്റെ മണിയടി ശബ്ദം ദൂരെ കേട്ടാൽ കുട്ടികൾ ഓടിയെത്തും. 10 രൂപ നിരക്കിൽ പേപ്പറിൽ പൊതിഞ്ഞ് വിൽപ്പന നടത്തുന്ന മിഠായി വിറ്റുകിട്ടുന്ന വരുമാനമാണ് ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ജീവിതമാർഗം. വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും സന്തോഷവും സംതൃപ്തിയുമാണ് തനിക്കും കുടുംബത്തിനുമെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. 30 വർഷത്തിനുള്ളിൽ പല മാറ്റങ്ങളും സമൂഹത്തിലും ജീവിതത്തിലും വന്നെങ്കിലും പഴയ രുചിയും മണവും തന്നെയാണ് മാമന്റെ പഞ്ഞിമിഠായിക്ക്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരും ഏറെയാണ്. ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കറിന്റെ 134-ാം ജന്മദിനം ആചരിച്ചു. കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോം ഹാളിൽ നടന്ന യോഗം സംഘടനാ ചെയർമാൻ TK ബാബു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ചൊവ്വല്ലൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു. പപ്പൻ വെന്മനാട്, KB ദിനേശൻ, KK മോഹനൻ എന്നിവർ സംസാരിച്ചു. എല്ലാ അംഗങ്ങൾക്കും വിഷു കൈനീട്ടവും നൽകി. വിഷുദിനത്തിൽ കൃഷ്ണനെ വർണ്ണിച്ചുകൊണ്ടുള്ള നീയൻ കണ്ണ എന്ന സംഗീതാൽബം പുറത്തിറങ്ങി. പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ പ്രകാശനം നിർവഹിച്ചു. ഉണ്ണി ചെറുതുരുത്തിയുടെ വരികൾക്ക് അശോകൻ കല്ലുംപുറമാണ് ഈണം നൽകിയിരിക്കുന്നത്. ശ്രീനന്ദ വേണുഗോപാലാണ് ആലാപനം നിർവഹിച്ചത്. പ്രകാശന ചടങ്ങിൽ സംഗീത സംവിധായകൻ സുരേഷ് പ്രിയദർശിനി, ഗാനരചയിതാവ് ജയൻ പരാക്കര എന്നിവർ പങ്കെടുത്തു. നീയൻ കണ്ണാ കാൽ ചിലങ്ക
കൈകോർക്കാം ലഹരിക്കെതിരെ. ചാവക്കാട് അങ്ങാടിത്താഴം മഹല്ല് ജുമാഅത്ത് പള്ളി കമ്മിറ്റി നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അങ്ങാടിത്താഴം മുർഷിദുൽ അനാം മദ്രസ ഹാളിൽ നടന്ന സെമിനാർ ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കാളിയത്തിന്റെ അധ്യക്ഷതയിൽ മഹല്ല് ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ PK സതീഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മഹല്ല് ഖത്തീബ് ഹാജി KM ഉമർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. NK ഷംസുദ്ദീൻ, നാസർ കൊളാടി, NK ഹബീബ്, ഷിഹാബ്, സാലി കാളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അനീഷ് പാലയൂർ സ്വാഗതവും നൌഷാദ് നെടുമ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എരനല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ആൻമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹഭവൻ ട്രസ്റ്റ് ചെയർമാൻ P മാധവൻ അധ്യക്ഷനായി. TA കുര്യാക്കോസ് മാസ്റ്റർ, KM ഹംസ, OK ചന്ദ്രൻ, ലില്ലി ടീച്ചർ എന്നിവർ സംസാരിച്ചു. സന്നദ്ധ പ്രവർത്തകർ, വളണ്ടിയർമാർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ എന്നിവരുൾപ്പെടെ നിരവധി പേർ സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളുടെ അവതരണവും സ്നേഹവിരുന്നും ഉണ്ടായി. അണ്ടത്തോട് ദർഗാ ഷെരീഫ് ചന്ദനക്കുടം ആണ്ട് നേർച്ച ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അണ്ടത്തോട് ദർഗാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹയാത്തുൽ ഔലിയയുടെ ആണ്ടുനേർച്ചയ്ക്കാണ് ഏപ്രിൽ 16 ബുധനാഴ്ച തുടക്കം കുറിക്കുന്നത്. വൈകിട്ട് 5-ന് പെരിയമ്പലം ബീച്ചിൽ നിന്ന് അബാജ ഫെസ്റ്റിന്റെയും ക്രസന്റ് ഫെസ്റ്റിന്റെയും കാഴ്ചകൾ പുറപ്പെട്ട് രാത്രി 11 മണിയോടുകൂടി ജാറം അങ്കണത്തിലെത്തി സമാപിക്കും. വ്യാഴാഴ്ച രാവിലെ അണ്ടത്തോട് ബീച്ച് പരേതനായ ചാലിൽ സുലൈമാന്റെ വീട്ടിൽ നിന്ന് കൊടിയേറ്റ കാഴ്ച ചന്ദനക്കുടവുമായി 11 മണിക്ക് പള്ളിയിലെത്തി നേർച്ചയ്ക്ക് കൊടിയേറ്റം നടത്തും. വൈകിട്ട് 5 മണി മുതൽ 11ഓളം ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കാഴ്ച ആരംഭിക്കും. അകലാട് മൂന്നൈനി മുതൽ പാലപ്പെട്ടി വരെയും തൃപ്പറ്റ്, നാക്കോല കിഴക്കൻ മേഖലയിൽ നിന്നുമായി 11 കാഴ്ചകളുണ്ടാകും. അകലാട് യൂത്ത് കാർണിവൽ മൂന്നൈനിയുടെ കാഴ്ച ജാറം അങ്കണത്തിലെത്തുന്നതോടെ ആഘോഷത്തിന് സമാപനമാകും. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി 10ഓളം പേരുകേട്ട ഗജവീരന്മാർ നേർച്ചയിൽ അണിനിരക്കും. നേർച്ചയുടെ ഭാഗമായി 2 ദിവസങ്ങളിലും വൈകിട്ട് 7 മുതൽ രാത്രി 10 മണിവരെ ഭാഗികമായി വാഹന നിയന്ത്രണമുണ്ടാകുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാഖ്, ഭാരവാഹികളായ PP മുഹമ്മദ് അമീൻ, K അലി എന്നിവർ അറിയിച്ചു. ഷെരീഫിൽ വർഷം തോറും നടത്തി വരാറുള്ള ചന്ദനക്കുടം കൊടികുത്തുകാഴ്ച നേർച്ച ഈ വർഷം ഏപ്രിൽ 16, 17 ബുധൻ വ്യാഴം എന്നീ തീയതികളിൽ നടത്തപ്പെടാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. 16-ാം തീയതി വൈകിട്ട് 6 മണിക്ക് പെരിയമ്പലത്ത് നിന്ന് വന്ന് 11:50 ജാറാങ്കണത്തിൽ എത്തിച്ചേരുന്നതാണ്. 17-ാം തീയതി രാവിലെ കൊടികുത്തുകാഴ്ച നേർച്ച 10:45 ജാറമംഗലത്തിൽ എത്തിച്ചേർന്ന് കൊടികയറ്റം നടത്തപ്പെടുന്നതാണ്. 11ഓളം ക്ലബ്ബുകളുടെ കാഴ്ചകൾ ഉണ്ടായിരിക്കുന്നതാണ്. സംസ്ഥാന കേരളോത്സവത്തിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ചാവക്കാട് നഗരസഭയിൽ നിന്ന് പങ്കെടുത്ത് ലോങ് ജമ്പിൽ 1-ാം സ്ഥാനവും ഹൈജമ്പിൽ 2-ാം സ്ഥാനവും കരസ്ഥമാക്കിയ അർഷാദ് MN, ഹൈജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലുബാബ് TA, വുമൺ വിഭാഗം ഷട്ടിൽ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വരദ സ്കന്ദകുമാർ എന്നിവരെ ചാവക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അനുമോദിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്ക്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, സെക്രട്ടറി ആകാശ് MS, നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ KU ജാബിർ എന്നിവർ പങ്കെടുത്തു. അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 4-ാം വിളക്ക് ദിവസം വിശേഷാൽ പൂജകൾ നടന്നു. 4-ാം വിളക്ക് ദിവസമായ വിഷുദിനത്തിൽ രാവിലെ 7:30 ശീവേലിയും 10 മണിക്ക് ഉത്സവ ബലിയും ഉണ്ടായി. വൈകിട്ട് അഷ്ടപതി, നാദസ്വരം, കേളി, കുഴൽപ്പറ്റ്, കളമെഴുത്ത് പാട്ട് എന്നിവ നടന്നു. രാത്രി 9-ന് വിളക്കെഴുന്നള്ളിപ്പിനെ തുടർന്ന് തായമ്പക അരങ്ങേറി. നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ വിഷു സദ്യയും ഒരുക്കിയിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിലും സദ്യയിലും പങ്കെടുത്തു. ഏപ്രിൽ 4 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ക്ഷേത്രോത്സവ ചടങ്ങുകൾ നടക്കുന്നത്. കടങ്ങോട് സോക്കർ ലീഗ് 4-ാമത് സീസണിൽ പന്നിത്തടം ടീം വെല്ലിക്ക ജേതാക്കളായി. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച 10 ടീമുകളെ അണിനിരത്തിക്കൊണ്ട് വെള്ളറക്കാട് ഗ്രൗണ്ടിലാണ് ഫുട്ബോൾ മേള നടത്തിയത്. CBC ചിറ്റിലങ്ങാടുമായി നടന്ന ഫൈനൽ മത്സരത്തിൽ മുഴുവൻ സമയം ഗോൾരഹിത സമനിലയും തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടും സമനില പാലിച്ചതോടെ ടോസിലൂടെയാണ് ടീം വെല്ലിക്ക ജേതാക്കളായത്. സമ്മാനദാന ചടങ്ങ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. കാൽപന്ത് കളിയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം
ചൂണ്ടൽ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുനിൽകുമാർ നിർവഹിച്ചു. ജേതാക്കൾക്ക് 20,000 രൂപയും റണ്ണേഴ്സിന് 10,000 രൂപയും ട്രോഫിയും നൽകി. ലീഗിലെ മികച്ച കളിക്കാർക്കുള്ള ട്രോഫികൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ മണി, പ്രതിപക്ഷ നേതാവ് സൈബുനിസ ഷറഫു, വാർഡ് മെമ്പർ ജോളി തോമസ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. സോക്കർ ലീഗ് സംഘാടക സമിതി അംഗങ്ങളായ ജലീൽ കടങ്ങോട്, MP സിജോ, ദീപക് കടങ്ങോട്, അബൂബക്കർ ചെറുമനങ്ങാട് എന്നിവർ സംസാരിച്ചു. ലീഗിൽ VFA വെള്ളർക്കാട് 3ഉം ഗ്യാങ്ങേഴ്സ് പന്നിത്തടം 4ാം സ്ഥാനത്തിനും അർഹരായി. റാസിഖ്, സുനിൽ, ഫാസിൽ, നസ്രു എന്നിവർ സോക്കർ ലീഗിന് നേതൃത്വം നൽകി. പാവർട്ടി പ്രസ് ഫോറം നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് കൂപ്പൺ 2ാം ഘട്ട വിതരണം നടത്തി. പ്രസ് ഫോറം ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ഡയാലിസിസ് രോഗികൾക്കുള്ള കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനേഷ് അധ്യക്ഷനായി. ബിജോയ് പെരുമാട്ടിൽ, NJ ലിയോ, ജോഷി വാഴപ്പള്ളി, അഫ്സൽ പാടൂർ, വർഗീസ് പാവർട്ടി എന്നിവർ സംസാരിച്ചു. 100 രോഗികൾക്കാണ് 2ാം ഘട്ടത്തിൽ കൂപ്പൺ നൽകിയത്. കുറുമാളി യുവജന വായനശാല വനിതാ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സദസ്സും വിഷു ആഘോഷവും നടത്തി. ഇരുവപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കലാപ്രകടനങ്ങളും ഫുഡ് ഫെസ്റ്റും ഉണ്ടായിരുന്നു. ചാലുശ്ശേരി കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരത്തെ ആദരിച്ചു. 25-ലധികം വർഷമായി ദേവിയുടെ പ്രതിരൂപമായിരുന്ന കോമരം ചന്ദ്രനെ വിഷുദിനത്തിൽ വടക്കുമുറി പുരാഘോഷ കമ്മിറ്റിയാണ് വസതിയിലെത്തി പൊന്നാട ഉപഹാരവും സമർപ്പിച്ച് ആദരിച്ചത്. പുരാഘോഷ കമ്മിറ്റിയുടെ ചികിത്സാ സഹായവും നൽകി. കമ്മിറ്റി പ്രസിഡന്റുമാരായ ബാലൻ, ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറിമാരായ രവി പ്രകാശൻ, അംഗങ്ങളായ ഗോപിനാഥ്, ഉണ്ണികൃഷ്ണൻ, ബിജു, രതീഷ്, നിതീഷ്, മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,720 രൂപ, സ്വർണം പവന് 69,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചർമ്മം കുന്നംകുളം നെപ്പൻസ് റോഡിൽ ചുങ്കത്ത് വീട്ടിൽ പരേതനായ ചാക്കോച്ചൻ ഭാര്യ തങ്കമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം കാണിപ്പയ്യയിലുള്ള മകൻ കുര്യാക്കുട്ടിയുടെ വസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ചെറിയാൻ, സൈമൺ, കുര്യാക്കുട്ടി, മിനി എന്നിവർ മക്കളാണ്. അകലാട് കാട്ടിലാപ്പള്ളി റിഫായി മഹ്ളറയ്ക്ക് സമീപം താമസിക്കുന്ന പരേതനായ വെട്ടിക്കാട്ട് ബീരാവു മുസ്ലിയാർ മകൻ അമ്മന്നൂർ മുഹമ്മദ് ഹാജി നിര്യാതനായി. 66 വയസ്സായിരുന്നു. ഖബറടക്കം അകലാട് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. മൈമുന ഭാര്യയും ജുബൈരിയ, ജാബിർ, ജൗഹർ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം പാറയമ്പാടം വടക്കൂട്ട് കോലാടി വീട്ടിൽ മോഹൻ വർഗീസ് നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വി നാഗൽ സെമിത്തേരിയിൽ നടന്നു. പരേതയായ മേരി ഭാര്യയാണ്. മെബിൻ, മെജി, മെഫി എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര തണ്ടിലം റോഡിൽ മേലിട്ട് പാലത്തിങ്കൽ ജേക്കബ് നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേതയായ മേരിക്കുട്ടിയാണ് ഭാര്യ. ഗ്ലെൻ, ജെഫ്രി, വിൻലി, സീഗ്ലർ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പറപ്പൂരിലുണ്ടായ വാഹനാപകടത്തിൽ പെങ്ങാമുക്ക് സ്വദേശി മരിച്ചു. കോഞ്ഞാങ്ങത്തെ രാജന്റെ മകൻ രവിജിത്താണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കനത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ പെയ്തപ്പോൾ നെഞ്ചു പൊട്ടിയത് നെൽകർഷകർക്ക്. തുടർച്ചയായി പെയ്ത വേനൽമഴയിലും കാറ്റിലും പൊന്നാനി കോളിൽ കൊയ്യാറായ നെല്ല് വീണ് നശിക്കുന്നു. 1000 ഏക്കറോളം കൊയ്തെടുക്കാറായ നെല്ലാണ് വീണ് മുളപൊട്ടി തുടങ്ങിയത്. സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വായന വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA. മറ്റം പാസ്ക് ഗ്രാമീണ വായനശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. അണ്ടത്തോട് ദർഗാ ഷെരീഫ് ചന്ദനക്കുടം ആണ്ട് നേർച്ച ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in.